ഹായ്, വെൽക്കം ടു കോഡ് യൂറേക്ക. ഇന്നത്തെ പ്രോഗ്രാമിൽ നമ്മൾ നോക്കുന്നത് എങ്ങനെ ഒരു യൂസർ ഇൻപുട്ട് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് C++ ഒരു പ്രോഗ്രാം ചെയ്യാവുന്നതാണ്. അതിന് നമ്മൾ ആദ്യം വേണ്ടത് ഈ യൂസർ ഇൻപുട്ട് സ്റ്റോർ ചെയ്യാനായിട്ട് നമ്മൾ രണ്ട് വേരിയബിൾ ഡിക്ലെയർ ചെയ്യണം. എക്സാമ്പിൾ, നമുക്ക് ഒരു യൂസറിന്റെ ഏജും നെയിമും അക്സെപ്റ്റ് ചെയ്തിട്ട് അതിനെ പ്രിന്റ് ചെയ്ത് കാണിക്കുന്ന ഒരു സിമ്പിൾ പ്രോഗ്രാം എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അതിന് നമ്മൾ ആദ്യം ഈ നെയിമും ഏജും സേവ് ചെയ്ത് വെക്കാനുള്ള, സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള രണ്ട് വേരിയബിൾ ഡിക്ലെയർ ചെയ്യണം. നമുക്കപ്പം നെയിം സ്ട്രിങ് ആയിട്ട് നമുക്ക് ഡിക്ലെയർ ചെയ്യാം. സ്ട്രിങ് നെയിം എന്ന് പറഞ്ഞ ഒരു വേരിയബിൾ നമ്മൾ ആദ്യം ഡിക്ലെയർ ചെയ്യുന്നു. അതിനുശേഷം ഇൻഡ് ഏജ്, ഇൻറ്റീജർ ആയതുകൊണ്ട് ഇൻഡ് ഏജ് എന്ന് പറഞ്ഞ മറ്റൊരു വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നു. അതിനുശേഷം നമ്മളൊരു മെസ്സേജ് കാണിക്കുന്നു, cout. ഒരു മെസ്സേജ് കാണിക്കുന്നു, എൻ്റർ യുവർ നെയിം എന്ന് പറയുന്നു. അതിനുശേഷം നമ്മൾ എൻഡ് ലൈൻ കൊടുക്കുന്നു. നെക്സ്റ്റ് ലൈന് നമ്മൾ ഇൻപുട്ട് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി cin എന്ന് പറഞ്ഞ കമാൻഡാണ് യൂസ് ചെയ്യുന്നത്, ഒബ്ജക്റ്റ് ആണ് യൂസ് ചെയ്യുന്നത്. cin കൊടുക്കുന്നു. അതിനുശേഷം രണ്ട് ഗ്രേറ്റർ ദാൻ സിമ്പിൾ കൊടുക്കുന്നു. ഇതിന് പറയുന്ന പേരാണ് എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്റർ. ഇത് ഇൻസെർഷൻ ഓപ്പറേറ്റർ ആണ്, ഇത് എക്സ്ട്രാക്ട് ഓപ്പറേറ്റർ ആണ്. അതിനുശേഷം നമ്മൾ ഏത് വേരിയബിളിലേക്കാണോ ഇത് സ്റ്റോർ ചെയ്യുന്നത് ആ വേരിയബിൾ കൊടുക്കുന്നു. ഇവിടെ നമ്മൾ നെയിം എന്ന് പറഞ്ഞ വേരിയബിൾ കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ വീണ്ടും cout കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ പറയുന്നു ഏജ് എൻ്റർ ചെയ്യാനായിട്ട് എൻ്റർ യുവർ ഏജ്. ലൈൻ കൊടുക്കുന്നു. ആ ഏജിനെ നമ്മൾ വേറെ ഒരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യാനായി cin എന്ന് പറഞ്ഞ കമാൻഡ് യൂസ് ചെയ്യുന്നു, ഒബ്ജക്റ്റ് യൂസ് ചെയ്യുന്നു. അതിനുശേഷം രണ്ട് ഗ്രേറ്റർ ദാൻ സിമ്പിൾ കൊടുക്കുന്നു, ഏജ് ടൈപ്പ് ചെയ്യുന്നു. ഇനി നമ്മൾ റിസൾട്ട് പ്രിന്റ് ചെയ്യണം. റിസൾട്ട് പ്രിന്റ് ചെയ്യാനായിട്ട് നമ്മൾ cout ചെയ്യുന്നു. Your name is വേരിയബിൾ കൊടുക്കുന്നു. ഈ വേരിയബിളിലെ വാല്യൂ പ്രിന്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ആ വേരിയബിൾ ഇവിടെ കൊടുക്കുന്നു, നെയിം. അതിനുശേഷം ആൻഡ് ഏജ് എന്ന് പറഞ്ഞ വേരിയബിൾ നമ്മളിവിടെ കൊടുക്കുന്നു. ഒരു ലൈനൂടെ കൊടുക്കാം, വിസിബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഈ പ്രോഗ്രാം ഒന്ന് ജസ്റ്റ് റൺ ചെയ്ത് നോക്കാം. എൻ്റെ യുവർ നെയിം ഞാൻ അരുൺ എന്ന് കൊടുക്കുന്നു. എൻ്റെ ഏജ് 29 എന്ന് കൊടുക്കുന്നു. യുവർ നെയിം ഈസ് അരുൺ ആൻഡ് ദ ഏജ് ഈസ് 29. ഇപ്പം നമ്മുടെ ഔട്ട്പുട്ട് വന്നിട്ടുണ്ട്. നമ്മൾ രണ്ട് ഇൻപുട്ട് വാങ്ങി, യുവർ നെയിമും ഏജും വാങ്ങിച്ചു. അതിനുശേഷം നമ്മളൊരു മെസ്സേജ് ആയിട്ട് അത് പ്രിന്റ് ചെയ്ത് കാണിച്ചു. ഇങ്ങനെയാണ് നമ്മൾ ഇൻപുട്ട് ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് അതിനൊരു ഔട്ട്പുട്ട് പ്രിന്റ് ചെയ്യുന്നത്. ഇങ്ങനെയാണ്. സെയിം വേ നമുക്ക് വേണമെങ്കിൽ ഒരു കാൽക്കുലേഷൻ ചെയ്ത് നോക്കാം. ഇവിടെ നമ്മൾ സിമ്പിൾ കാൽക്കുലേറ്റർ പ്രോഗ്രാം ചെയ്ത് നോക്കാം. നമ്മളൊരു 3 വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു. ഇൻറ്റ് നമ്പർ 1, num2, റിസൾട്ട്. നമ്മളിതുപോലെ തന്നെ പറയുന്നു cout, enter first number. അതിനുശേഷം ഒരു ലൈൻ പ്രിന്റ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ അതിനെ ഒരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യാൻ cin എന്ന് പറഞ്ഞ കമാൻഡ് യൂസ് ചെയ്യുന്നു. num1 ലേക്ക് അത് സ്റ്റോർ ചെയ്യുന്നു. അതിനുശേഷം cout സെക്കൻഡ് നമ്പർ നമുക്ക് അക്സെപ്റ്റ് ചെയ്യണം. enter second number.
ഒരു ലൈൻ പ്രിന്റ് ചെയ്യുന്നു. അതിനുശേഷം അത് സെക്കൻഡ് num2ലേക്ക് അത് സ്റ്റോർ ചെയ്യുന്നു. ഇനി റിസൾട്ട് ആണ്. നമ്മൾ റിസൾട്ടിന് വേണ്ടി റിസൾട്ട് ഈക്വൽ ടു num1 പ്ലസ് num2. നമ്മൾ റിസൾട്ട് പ്രിന്റ് ചെയ്യുന്നു. cout result is equal to ഒരു ലൈൻ പ്രിന്റ് ചെയ്യാം. വിസിബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഈ ലൈൻ പ്രിന്റ് ചെയ്യുന്നത്. റിസൾട്ടിന്റെ സ്പെല്ലിംഗ് തെറ്റാണ്. ഓക്കെ, ഇനി നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. എൻ്റർ ഫസ്റ്റ് നമ്പർ 10 കൊടുത്തു. സെക്കൻഡ് നമ്പർ ഒരു 40 കൊടുക്കാം. റിസൾട്ട് ഇവിടെ പ്രിന്റ് ചെയ്തില്ല. അപ്പം നമുക്ക് എന്താണ് ഇവിടെ വന്നത്? നമ്മളവിടെ ആ റിസൾട്ട് എന്ന് പറഞ്ഞ വേരിയബിൾ നമ്മളിവിടെ കൊടുത്തിട്ടില്ല. അപ്പം നമ്മളത് റിസൾട്ട് എന്ന് പറഞ്ഞ വേരിയബിൾ കൊടുത്തതിന് ശേഷം എൻഡ് ലൈൻ കൊടുക്കുക. ഇനി നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. നമ്മളിവിടെയുള്ള റിസൾട്ടിന്റെ സ്പെല്ലിങ് തെറ്റായിട്ടാണ് കൊടുത്തത്. നമ്മൾ കറക്റ്റ് ചെയ്ത് ഓക്കെ. അപ്പം നമ്മൾ ഫസ്റ്റ് നമ്പർ 10 കൊടുക്കുന്നു. സെക്കൻഡ് നമ്പർ നമ്മൾ 20 കൊടുക്കുന്നു. റിസൾട്ട് 30 പ്രിന്റ് ചെയ്തിട്ട്. ഇങ്ങനെയാണ് നമ്മൾ സിമ്പിൾ ആയിട്ട് ഒരു C++ പ്രോഗ്രാമിൽ ഒരു ഇൻപുട്ട് ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ഒരു ഔട്ട്പുട്ട് കാണിക്കുന്ന രീതി. ഇങ്ങനെയാണ്. നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കുക. പല ഡേറ്റ ടൈപ്പുകൾ യൂസ് ചെയ്തുകൊണ്ട് ചെക്ക് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളത് കമന്റ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.